ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും നമ്മൾ ഹാംസ്റ്റർ കോമ്പാറ്റിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ക്രിപ്റ്റോയിൽ തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ വീഡിയോ ഞാൻ ചെയ്യാനായിട്ടുള്ളൊരു കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറേ അധികം ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞ ടോക്കൺ എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആണല്ലോ, ഞങ്ങൾക്കാർക്കും എയർ ഡ്രോപ്പിൽ നേരത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാവുമോ എന്നൊക്കെ കുറേ അധികം ആളുകൾ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു വാർത്തേനെക്കുറിച്ചാണ്. എനിക്കിങ്ങനെ കുറേ അധികം ആളുകൾ മെസ്സേജ് അയച്ച് ചോദിച്ചപ്പം ഞാൻ ആദ്യം ചെക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ XT.com എന്ന് പറഞ്ഞിട്ടുള്ള ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൻ്റെ ട്വിറ്റർ പേജിലാണ്. ആ ഒരു ട്വിറ്റർ പേജ് എടുത്ത് നോക്കിയപ്പോൾ ഇന്നലെ വന്നൊരു അനൗൺസ്മെൻറ്റ് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ഇന്നലെ ലിസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇന്നലെ ഏകദേശം 3:30 ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു അനൗൺസ്മെൻറ്റ് എടുത്ത് നോക്കിയാൽ കറക്റ്റ് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ അതേ ലോഗോയും കാര്യങ്ങളും തന്നെയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ട്രേഡിങ്ങിൻ്റെ ലിങ്കിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താക്കാനായിട്ട് പറ്റും, നേരെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ട്രേഡിംഗ് സ്ഥലത്തേക്ക് എത്താനായിട്ട് പറ്റും. അവിടെ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു $0.638 ഞാൻ 100% ഉറപ്പ് പറയുന്നു, ഇത് ഒറിജിനൽ ഹാംസ്റ്റർ കോമ്പാറ്റ് അല്ല, ഇത് 100% സ്കാമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്കറിയാം ഹാംസ്റ്റർ കോമ്പാറ്റിന് ഓൾറെഡി വളരെ വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇങ്ങനെ ഫേക്കായിട്ടൊരു ലിസ്റ്റിംഗ് അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രിപ്റ്റോയിലേക്ക് പുതുതായിട്ട് വരുന്ന ആളുകൾ ഇവരുടെ എക്സ്ചേഞ്ചിലേക്ക് വരും. അവർക്കൊന്നും അറിയത്തില്ല, അവർ റിയൽ ആയിട്ടുള്ള ഹാംസ്റ്റർ കോമ്പാറ്റ് തന്നെയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വരും. ഇവരുടെ ഒരു യൂസേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഒരു ചീപ്പായിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ ഒരു XT എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ച് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഹാംസ്റ്റർ കോമ്പാറ്റ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ എന്തായാലും അവർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പുറത്തുനിന്നുള്ള ഒരു വാർത്തകളും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ നേരെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അവരുടെ ട്വിറ്റർ പേജിൽ പോവുക. ഏകദേശം 9.4 മില്യൺ ഫോളോവേഴ്സുള്ള ഈ ഒരു ട്വിറ്ററിൽ തന്നെ പോവുക. അവിടെ അവർ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള അപ്ഡേറ്റുകൾ നമുക്ക് തരുന്നതായിരിക്കും. അതിൽ നിന്ന് വരുന്ന വാർത്തകൾ മാത്രം നിങ്ങൾ വിശ്വസിക്കുക. ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് ടോക്കൺ നിങ്ങൾ പോയി ചാടിക്കയറി വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലേക്കുള്ള നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരും അത് ചെയ്യാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ XTയിൽ ലിസ്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ട്രേഡൊക്കെ എടുക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെയും മാക്സിമം വാൺ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേറെ കുറേ ആളുകൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രീ മാർക്കറ്റിൽ ഞങ്ങൾ ഹാംസ്റ്റർ കോമ്പാക്റ്റ് വാങ്ങിക്കട്ടെ എന്നാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ വാങ്ങിക്കരുത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രീ മാർക്കറ്റ് ട്രേഡിങ്ങും വളരെ റിസ്ക് പിടിച്ചിട്ടുള്ള പരിപാടിയാണ്. അതിനൊരു ഉദാഹരണമാണ് ഇനി വരാനായിട്ട് പോകുന്ന ബ്ലാസ്റ്റ് ടോക്കണിൻ്റെ പ്രീ മാർക്കറ്റിൽ ഇന്നലെ നടന്നിട്ടുള്ള ഒരു ഇടിവ്. കാരണം ബ്ലാസ്റ്റിൻ്റെ ഒരു ടോട്ടൽ സപ്ലൈ മാക്സിമം ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു 10 ബില്യണിലൊക്കെയാണ്. പക്ഷേ ഇന്നലെ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ ഏകദേശം 100 ബില്യൺ ടോക്കൺസ് ആണ് ബ്ലാസ്റ്റിനുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, $1.2 പ്രീ മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്ന സാധനം വളരെ നല്ല രീതിയിലേക്ക് ഇടിഞ്ഞൊരു $0.1 എത്തി ചേർന്നിട്ടുണ്ട്. ഇപ്പം 0.04 പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം വളരെ റിസ്ക് പിടിച്ച സാധനമാണ്. അതിൽ നിങ്ങളിപ്പോൾ ആരും കൈവെക്കേണ്ട ആവശ്യമില്ല. ഇതേ ഒരു കാര്യം ഹാംസ്റ്റർ കോമ്പാറ്റിന് സംഭവിച്ചുകൂടായികയില്ല. ഈ ഒരു പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സപ്ലൈ 10 ബില്യൺ ആണെന്ന് പറഞ്ഞിട്ടാണ്. അത് വളരെയധികം കൂടുകയാണെങ്കിൽ ഈ പറഞ്ഞ തരത്തിൽ വളരെ വലിയ രീതിയിലേക്കൊരു ഇടിവ് ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ പ്രൈസിൽ ഉണ്ടാവുന്നതായിരിക്കും. ഇത്തരത്തിൽ ഫേക്കായിട്ട് ലിസ്റ്റിംഗ് നടത്തുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയ സംഭവമല്ല. വളരെ മുന്നേ തൊട്ട് ഈ ഒരു കാര്യം ക്രിപ്റ്റോ മാർക്കറ്റിലുണ്ട്. എക്സ്ചേഞ്ചുകൾ കൂടുതൽ ആളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചീപ്പ് പരിപാടികൾ ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണം കൂടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ പൈ എന്ന് പറഞ്ഞ കോയിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇതേമാതിരി നമുക്ക് ഫോണിൽ കൂടെ തന്നെ മൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു പൈ എന്ന് പറയുന്നത്. അത് ഇതുവരേക്കും എവിടെയും ലിസ്റ്റ് ആയിട്ടില്ല. പക്ഷേ നിങ്ങൾ XTX എക്സ്ചേഞ്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ പൈയിൻ്റെ സെയിം ലോഗോയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു പൈ ട്രേഡ് ആവുന്ന കാണാനായിട്ട് പറ്റും. അതിപ്പോൾ കറൻ്റ്ലി അറൗണ്ട് $38 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ആക്ച്വലി റിയൽ ആയിട്ടുള്ള പൈ അല്ല. ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റിന് സംഭവിച്ചിട്ടുള്ളത്. അത് XT എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ആയിട്ടുള്ള ഹാംസ്റ്റർ കോമ്പാറ്റ് അല്ല. ഹാംസ്റ്റർ കോമ്പാറ്റ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരവരുടെ ഒഫീഷ്യൽ ട്വിറ്ററിൽ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നതായിരിക്കും.
അപ്പോൾ ഗൈസ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ വെക്കുക. എനിക്കറിയാം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു ക്രിപ്റ്റോ മേഖലയിൽ തുടക്കക്കാരായിരിക്കും. അവർ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഹൈപ്പ് കണ്ടിട്ട് വന്നവരായിരിക്കും. സോ ഇത്തരത്തിലുള്ള ചതിക്കുഴികളൊന്നും പോയി പെടാതിരിക്കുക. നേരത്തെ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ എപ്പോഴും നിങ്ങൾ നോക്കി വെക്കുക. അതിലായിരിക്കും എപ്പോഴും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.